പുണ്യശ്ലോകനായ മാർ യോഹന്നാനീസ് പിതാവ് നമുക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് വിശുദ്ധ മൗനം. മൗനം എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം. മൗനമായിരിക്കുക, നിശബ്ദമായിരിക്കുക, മൂകതയിലായിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കുക, ആരോടും സംസാരിക്കാതെ മിണ്ടാതെ നടക്കുന്ന അവസ്ഥയാണ് മൗനം. ഇതൊരു തെറ്റിദ്ധാരണയാണ്. വിശുദ്ധ മൗനം എന്ന് പിതാവ് വിശേഷിപ്പിക്കുന്നത് മൗനത്തിലൂടെ നമുക്ക് ആന്തരികമായ ഒരു നിശബ്ദത, അല്ലെങ്കിൽ ഒരു ആന്തരികമായ ഒരു നല്ല വ്യക്തിത്വം നമുക്ക് രൂപപ്പെടുത്തുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, വിശുദ്ധ മൗനത്തിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തെ, ഈ പ്രപഞ്ചത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക ചൈതന്യത്തെ തിരിച്ചറിയാനായിട്ട് ഓരോ മനുഷ്യനും സാധിക്കും. കർത്താവ് യേശു മിശിഹ പിതാവുമായുള്ള ബന്ധം സ്ഥാപിക്കുവാനായി അവിടുന്ന് മലമുകളിലും അതുപോലെ തന്നെ ഏകാന്തതയിലും പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ കർത്താവ് യേശു മിശിഹ ഈ ഒരു മൗനത്തിലൂടെയാണ് പിതാവായ ദൈവത്തെ കണ്ടുമുട്ടുകയും പിതാവായ ദൈവത്തിൽ ശരണം പ്രാപിക്കുകയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നാം തിരിച്ചറിയുക, വിശുദ്ധമായ മൗനം നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധ മൗനത്തിലൂടെ നമുക്ക് ഏത് സാഹചര്യത്തെയും, വലിയ കൊടുങ്കാറ്റും തിരമാലകൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കുവാനുള്ള ആത്മീയ ശക്തി നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ മൗനം നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായി നമ്മൾ തിരിച്ചറിഞ്ഞ് ആ മൗനത്തിലേക്ക് നമുക്ക് നടന്നു നീങ്ങാം.